വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയൊരു വ്ളോഗുമാണ് കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളരെ ഏറെ ബെനിഫിറ്റുള്ള ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ്, ഒരു ഉത്തൻ ഫേസ് പാക്കാണ് ഞാൻ പറയുന്നത്. നമ്മളെ റോസ് പെറ്റൽസിൻ്റെ ഒരു ഫേസ് പാക്കിനെ പറ്റിയാണ്. അതിൻ്റെ യൂസ് എന്ന് വെച്ചാലും നമ്മൾ ഗ്ലിസറിൻ മോയ്സ്ചറൊക്കെ ഇടുന്നതിൻ്റെ ഒരു എഫക്റ്റാണ് നമുക്ക് റോസ് പെറ്റൽസ് ഒരു ഫേസ് പാക്ക് ഇടുമ്പോൾ. അതുപോലെ തന്നെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനും നമുക്കൊരു ഫ്രഷ് ലുക്ക് ഫീൽ ചെയ്യാനും നല്ല സെൻസിറ്റീവ് സ്കിന്നുകാർക്കും എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പം ഞാൻ വനശ്രീയുടെ തന്നെ ഞാൻ പുറത്തുനിന്നുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഓൺലൈൻ വഴിയൊക്കെ വരും. അപ്പം ഞാനിത് വാങ്ങിച്ച് 2 ടീസ്പൂണാണ്. റോസ് പെറ്റൽസിൻ്റെ പൗഡർ ഉണ്ട്, ബീട്രൂട്ടിൻ്റെ ഒരു നല്ലൊരു കളർ വന്നിട്ടുണ്ട് അതിൽ. അതും പിന്നെ വനശ്രീയുടെ ഒരു പയറുപൊടി, ചെറുപയർ പൊടിയാണ് ഞാൻ വാങ്ങിച്ചത്. അത് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു അടിപൊളി ഇതാണ് കേട്ടോ. അത് ചെറുപയർ നന്നായിട്ട് മുഖത്തിൻ്റെ ഇതൊക്കെ മാറും. അതേപോലെ ഉണ്ടമഞ്ഞൾ ഞാൻ പൊടിച്ചിട്ട് കുപ്പിയിലാക്കി വെച്ചതാണ് കേട്ടോ. അതും ഞാൻ 2 ടീസ്പൂൺ, ചെറിയൊരു 2 ടീസ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെക്കുക കേട്ടോ. അത് നമ്മളെ മുഖത്ത് നന്നായിട്ട് മുഖക്കുരു മാറാനും കരുവാളിപ്പ് മാറാനും കറുത്ത മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ മാറാനൊക്കെ ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഈ സെൻസിറ്റീവ് സ്കിന്നാണ് എൻ്റേത്. നല്ല സ്കിന്ന് സെൻസിറ്റീവാണ്, നല്ല ഡ്രൈയോ അങ്ങനെയൊന്നുമില്ല, നല്ല ഇതാണ്. അപ്പം അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ റോസ് വാട്ടറിൻ്റെ സ്മെല്ല് പറയേ വേണ്ട, ഒരു അടിപൊളിയാണ്. അപ്പം ഞാൻ 3-4 ഡ്രോപ്സ് റോസ് വാട്ടർ ഞാൻ അതിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് മിക്സ് ചെയ്തപ്പോൾ തന്നെ കേട്ടോ കളർ നന്നായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നല്ലൊരു സ്കിൻ ഹൈഡ്രേറ്റ് തരുന്ന ഒന്നാണ് കേട്ടോ ഈ റോസ് പെറ്റൽസ്. അത് സാധാരണ എല്ലാവരും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടെ ഒഴിക്കണം. പാലല്ലെങ്കിൽ തൈരും കൂടെ ഒഴിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പം ഞാൻ പാലാണ് എടുത്തത് കേട്ടോ. പാലും കൂടെ എടുത്തപ്പോൾ മിക്സ് ചെയ്തപ്പോൾ നന്നായിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നല്ലൊരു പേസ്റ്റ് ആയിട്ടുണ്ട്. 2 പ്രാവശ്യം ഇടാം, 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യം ഇടാൻ വേണ്ടിയാണ് ഞാൻ എടുത്തത്. അപ്പം ഇതിന് മുന്നേ നമുക്ക് വേണ്ടത് മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പം മുഖത്ത് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് നല്ലൊരു ഫ്രഷ് ലുക്ക് വെച്ചിട്ട് ഒരു ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കയ്യിലെക്കാട്ടും നല്ല നമ്മൾ ബ്രഷ് ആകുമ്പോൾ നമ്മളെ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ കഴുത്തിലും മുഖത്തും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കണ്ണിൻ്റെ ചുറ്റുമൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് ഒപ്പം ഒരു ഫേസ് പാക്കും കൂടിയാണ്. അപ്പം നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ആദ്യമായിട്ടും കൂടെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നല്ല റിസൾട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്, 100% നല്ല റിസൾട്ടും കൂടെയാണ് കേട്ടോ കിട്ടിയത്. അപ്പം ഒരു 10-15 മിനിറ്റോളം മുഖത്ത് നന്നായിട്ട് ഫേസ് പാക്ക് നല്ല വൃത്തി ഇടുക. അപ്പോൾ എൻ്റെ മുഖത്ത് ഞാൻ 10 മിനിറ്റ് ഇട്ടതിൻ്റെ ഒരു എഫക്റ്റാണ് കാണിച്ചു തരുന്നത്. കുറച്ചും കൂടെ ഒരു നല്ല വൃത്തി ഉണങ്ങാണ്ട് കേട്ടോ. അപ്പം ഞാൻ അതാണ് ഇങ്ങനെ പിടിച്ച് നോക്കുന്നത് കേട്ടോ. നന്നായിട്ട് കുറച്ചും കൂടെ ഉണങ്ങുമ്പം കുറച്ചും കൂടെ നമ്മളെ മുഖത്ത് നല്ല ഹൈഡ്രേറ്റും നല്ല ബ്രൈറ്റ്നസ്സും നല്ലൊരു എഫക്റ്റ് തോന്നിക്കുക കേട്ടോ. ഇത് നമ്മൾ ഒരു ആഴ്ചയിൽ 2 തവണയോ 1 തവണയോ ഇടുമ്പോൾ നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ. എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് നന്നായിട്ട് നമുക്ക് കയ്യിൽ നല്ല വൃത്തി തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പം അപ്പം അതിൻ്റെ ഒരു നല്ലൊരു ഇതും കൂടെ നമുക്ക് മുഖത്ത് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷനും കൂടെ നടക്കും, നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുമ്പം. അപ്പം എൻ്റെ റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ നന്നായിട്ട് മാറ്റം കാണും കേട്ടോ. നല്ല റിസൾട്ടായിരുന്നു. എൻ്റെ അടുത്തിരിക്കുന്ന ഉമ്മായും വാപ്പായും കൂടി ഇത് പറയുന്നതാണ് കേട്ടോ. ഇത് ഇട്ടപ്പോൾ നല്ല റിസൾട്ട് കിട്ടി, നല്ല രസമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം.